ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ ഇപ്പോൾ ശ്രീകാന്ത് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം, അഹമ്മദ് സൂജ പാഷ എന്ന് പറയുന്ന ISI ചീഫ്, അതുപോലെ ആസിഫ് അലി സർദാരിയുമായൊക്കെ ഈ മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പ് സംസാരിക്കുന്ന ഈ അഹമ്മദിനെ കുറിച്ചുള്ള കാര്യങ്ങൾ RVS മണി ജനം TVയോട് വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. നോക്കൂ, ഈ സഹമന്ത്രിമാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ISI മൊഡ്യൂൾ തയ്യാറാക്കുന്നതിന് പിന്നിൽ ഒരു വലിയ ഗൂഢമായ നീക്കമുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒന്ന് പങ്കുവെച്ചാൽ ഈ അഹമ്മദിന്റെ പ്രസക്തി ഇക്കാര്യത്തിൽ എന്താണ് എന്നുള്ളതിന് കുറച്ചുകൂടി ബോധ്യപ്പെടലുകൾ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാബിനറ്റിൽ കുറെ മന്ത്രിമാർ, കുറെ ഡിവിഷൻസ് ഉണ്ടാവും. ക്യാബിനറ്റ് കമ്മിറ്റി ഫോർ അപ്പോയിന്റ്മെന്റ്സ്, ക്യാബിനറ്റ് കമ്മിറ്റി ഫോർ ഫിനാൻസ്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഈ പറഞ്ഞമാതിരി ഡിഫൻസ് മിനിസ്റ്റർ, പിന്നെ ചിലപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ടാവാറുണ്ട്, പിന്നെ ഫോറിൻ മിനിസ്റ്റർ ഉണ്ടാവും. ഇവര് സീക്രട്ട് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് വളരെ സീക്രട്ട് ആയിട്ട് വളരെ ഒരു 4-5 പേർക്ക് മാത്രമേ സർക്കുലേറ്റ് ചെയ്യൂ. അതിൽ 2 പേരാണ് അതിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്നുള്ള ആൾക്കാർക്ക്. യൂഷ്വലി 2 പേരുണ്ട്, ചിലപ്പോൾ ഒരാളുണ്ടാവാം. 2 പേർക്കാണ് സർക്കുലേറ്റ് ചെയ്യാൻ. ഈ കാര്യത്തിലാണ് ഈ അഹമ്മദ് മാത്രമല്ല, അത് കഴിഞ്ഞ് വന്ന നെക്സ്റ്റ് ഒരു ലൈനിലുണ്ടായതായിരുന്നു ശശി തരൂർ. നമ്മുടെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, ശശി തരൂറിന്റെ വൈഫ് സുനന്ദ പുഷ്കർ മെഹർ തറാർ എന്നൊരു പേര് എടുത്തിരുന്നു. പാകിസ്ഥാനി ഒരു ജേർണലിസ്റ്റ്. യെസ്, അവര് ശശി തരൂറായിട്ടൊരു അഫെയർ ഉണ്ടായിരുന്നു. അവര് ഒരു ഷേഡി ക്യാരക്ടറാണ്, പാകിസ്ഥാനിലെ ഇന്റലിജൻസ് ഏജൻസി ആയിട്ട് അവർക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി വന്നിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് സുനന്ദ പുഷ്കറിനെ ഡൽഹിയിൽ ഒരു ഹോട്ടലിൽ മരണപ്പെട്ട സ്റ്റേറ്റ് കണ്ടുപിടിച്ചത്. അതിനു മുമ്പ് സുനന്ദ പുഷ്കർ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ ശശി തരൂറിനെ പറ്റിയിട്ട് ഒരു കാര്യങ്ങൾ പറയാൻ പോകുന്നു, പബ്ലിക്കായിട്ട് പ്രസ് കോൺഫറൻസ് വിളിക്കാൻ പോകുന്നു എന്ന് അനൗൺസ് ചെയ്തിരുന്നു. അത് കേരളത്തിലൊരു ഈ IPL T20 ടീമിനെ പറ്റിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു അതിന് വേണ്ടിയിട്ടുണ്ടായത്. പക്ഷെ അതിൽ മെഹർ തറാറിന്റെ പേര് പിന്നെയും വന്നിരുന്നു. ഇതിൽ ആരാണ് ദുബായിൽ നിന്ന് ഇതിൽ കാശ് ഇറക്കിയത് ഈ ടീമിലേക്ക് എന്നുള്ളത്. അത് നമുക്ക് പിന്നെ ലളിത് മോദി അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. ദാറ്റ് ഹി വാസ് ഫോഴ്സ്ഡ് ടു സൈൻ ഓൺ ദാറ്റ് ഡോട്ടഡ് ലൈൻ ബിക്കോസ് അതിനടുത്ത് പറഞ്ഞു, അതർവൈസ് നിങ്ങളുടെ നേരെ EDയുടെ റെയ്ഡ് ഉണ്ടാവുന്ന അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആയിരുന്നു കേട്ടോ, ഞാനല്ല, ഓൺ റെക്കോർഡാണ്, ഇത് ക്രിമിനൽ കേസാണ്. ഇത് IPL നടന്നിട്ട് ഈ ടസ്കേഴ്സ് നടന്നുകൊണ്ട് ആ ടീമിന്റെ പേര് അന്ന് നടന്നതാണ്. പിന്നെ ഇങ്ങനെ ഒരു കേസ് ശശി തരൂറിന്റെ നേരെ നടന്നിട്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് വന്ന മന്ത്രിയായിരുന്നു MJ അക്ബർ. MJ അക്ബർ ഈ കാര്യത്തിൽ സമ്മതിച്ചില്ല. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി നോട്ട് ഞാൻ തരില്ല എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അത് പിടിച്ചെടുക്കാൻ വേറെ വഴികളുണ്ട്, ഇവർ ചെയ്ത് നോക്കും, പക്ഷെ കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ നേരെ ഒരു Me Too അലിഗേഷൻ, ഒരു സ്ത്രീ, അഗെയിൻ റിപ്പോർട്ടർ ആയിട്ടുള്ള ഒരാള് വന്നൊരു Me Too അലിഗേഷൻ നടത്തി. MJ അക്ബർ അത് കഴിഞ്ഞപ്പോൾ അതിന്ന് അദ്ദേഹം റിസൈൻ ചെയ്തു. ക്യാബിനറ്റിൽ നിന്ന് റിസൈൻ ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്തു, കേസ് ഫയൽ ചെയ്ത് കോടതിയിൽ വന്നപ്പോൾ കോടതി പറഞ്ഞു ഇതിനൊരു പ്രൂഫ് ഇല്ല. അത് കഴിഞ്ഞപ്പോൾ ഈ കൺസേൺ ലേഡി അവിടുന്ന് അവർ മാറി. അവരെ പിന്നെ അഡ്രസ് ഇല്ല പിന്നെ അതിനെ പറ്റിയിട്ടുള്ളത്. ഇത് MJ അക്ബറിന് അവിടുന്ന് ആ പോസ്റ്റ് നിന്ന് മാറ്റാനുള്ള ഒരു സ്ട്രാറ്റജി ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു സ്ട്രാറ്റജി. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളത് ഫോർ എക്സ്റ്റേണൽ അഫയേഴ്സ് വളരെ ഒരു ക്രൂഷ്യൽ പോർട്ട്ഫോളിയോ ആണ്. നമ്മൾ വിചാരിക്കുന്ന മാതിരി ഇദ്ദേഹം അവിടെ പോയി സ്പീച്ച് കൊടുക്കുക, എവിടെ പോയി സ്പീച്ച് കൊടുക്കുക, അതൊക്കെ ഒരു പാർട്ട് ഓഫ് ദ പ്രോട്ടോകോളാണ്. പക്ഷെ അതിനെയും കൂടുതൽ ഇവരുടെ കയ്യിൽ വരുന്ന ഇൻഫർമേഷൻ വളരെ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ വരും. അത് അത് വളരെ സീക്രറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ ഇവരെ പെടുത്താൻ വേണ്ടിയിട്ട് Day 1 തൊട്ട് പാകിസ്ഥാനിലെ ISI, ഇത് ആദ്യമായിട്ടല്ല, ഞാൻ പറഞ്ഞില്ലേ, വേണമെങ്കിൽ MO മത്തായി തൊട്ട് ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിലുള്ള കുറെ മന്ത്രിമാരുടെ പേര് ഒഫീഷ്യലി വന്നിട്ടുണ്ട് CIAയുടെ ലിസ്റ്റിൽ. ഇതിന് 62 വാറിൽ എന്താ നടന്നത്, 65ാമത്തെ 65 വാറിൽ CPIനെ പേടിച്ചിട്ടാണ് ഇവർ CIA വന്നിറങ്ങിയത്. ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിലുണ്ട്. അന്ന് EMS നമ്പൂതിരിപ്പാടിന്റെ ക്യാബിനറ്റിൽ ഇവർക്ക് പേടിയായിരുന്നു EMS ഇനി കേരളം വിട്ട് പുറത്തു വരുമോ എന്നുള്ളത്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ മാതിരി പ്രൂഫ് ഇല്ല, വെറുതെ പറയണാണെന്ന് പറയരുത്. ബിക്കോസ് അഷ്മലി സാറിന് അറിയണം ഇത് പ്രൂഫ് ഉണ്ട്. ഇതാണ് മണി സാറിന് നേരെ 8 കൊല്ലം മുമ്പ് എഴുതിയ പുസ്തകത്തിന് ഇതുവരെ ഒരാൾ കേസ് കൊടുക്കാത്തത്. ഈ അലിഗേഷൻസ് ഒക്കെ പുസ്തകത്തിലുണ്ട്. എന്താണ് ഇന്ന് വരെ ഒരാൾ കേസ് കൊടുക്കാത്തത്? എന്താണ് കോൺഗ്രസ്സുകാർ ഡിബേറ്റിൽ മോൾക്ക് വരില്ല? എന്താണത്? ബിക്കോസ് കാരണമുണ്ട്. ഇതിനാണ് കാരണം. അവർ സമ്മതിക്കേണ്ടി വരും. ബിക്കോസ് പ്രൂഫ് ഉണ്ട്. ഈ അണ്ടർ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല. അദ്ദേഹം വേറെ കുറെ അലിഗേഷൻ ചെയ്തിരുന്നു. കേരളത്തിലെ സിനിമയെ പറ്റിയിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഹോം മിനിസ്ട്രിയിൽ നിന്ന് മാറി അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തു. ഇവരെല്ലാം കൂടി, ചിദംബരം എല്ലാവരും കൂടി അദ്ദേഹത്തെ പിന്നെ അയച്ച ഒരു പോസ്റ്റിലായിരുന്നു സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ.
ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ മുംബൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിംഗ്. അപ്പൊ അദ്ദേഹം ഈ ഹോം മിനിസ്ട്രിയുടെ അതേ നോളജ് വെച്ചിട്ട് ഈ ഫണ്ടിങ്, സിനിമയുടെ ഫണ്ടിങ്, നമുക്കറിയാം ദാവൂദ് ഇബ്രാഹിം ആയിരുന്നു ആ കാലത്ത് കുറെ കാലം സിനിമകൾ ഫണ്ട് ചെയ്തത്. അപ്പോഴാണ് അവർ കണ്ടുപിടിച്ചൊരു കേരള മോഡ്യൂൾ അവിടെ ഉണ്ട്. കേരളത്തിലേക്ക് വരുന്ന ചില സിനിമകൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 50 കോടിയും 100 കോടിയും ദുബായിൽ നിന്നും മറ്റു സ്ഥലത്തു നിന്നൊക്കെ വരുന്നുണ്ട്. സിനിമ അനൗൺസ് ചെയ്യും, മുഹൂർത്ത് ഫംഗ്ഷൻ നടത്തും, സിനിമയുടെ ഹീറോയിന് 20 കോടി, ഹീറോയിൻ 5 കോടി, ക്യാമറക്കാരന് ഇവര് ഡയറക്ടർ എല്ലാവരും കാശ് കൊടുക്കും. പിന്നെ സിനിമ വരില്ല, പിന്നെ സിനിമയുടെ അഡ്രസ് ഇല്ല, പിന്നെയും വരും വേറൊരു സിനിമ. ഇങ്ങനെയാണ് ഒരു ബ്ലാക്ക് വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത ഹവാലയിൽ നടന്നിട്ടുണ്ടെന്ന് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അടുത്ത് ഇൻഫർമേഷൻ ഉണ്ട് ഇതിനെ പറ്റിയിട്ടുള്ളത്. അവരടുത്ത് പേരുകളുണ്ട്. മണി സാർ എൻ്റെ അടുത്ത് പേര് പറഞ്ഞു, പക്ഷെ ഞാൻ ആ പേര് ഇപ്പോൾ പബ്ലിക് ഫോറമിൽ എടുക്കുന്നില്ല. ബിക്കോസ് അത് അദ്ദേഹം തന്നെ പറയട്ടെ. ഒരു ദിവസം മേ ബി ഡൽഹിയിലുള്ള നമ്മുടെ റിപ്പോർട്ടർമാർ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും അദ്ദേഹം ആരാണ് ഈ ആൾക്കാർ, ആരാണ് കാശ് ഇറക്കിയത്, ആ കാശ് എവിടെ പോയി, സിനിമ എന്താ പ്രൊഡ്യൂസ് ചെയ്യാണ്ടിരുന്നത്. ഇതൊരു വലിയൊരു ഗൂഢാലോചനയാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ കുട്ടികളുടെ കളിയല്ല ഇത്. നമ്മൾ ഏത് അലിഗേഷൻ വന്നാലും നമ്മൾ എന്താ പറയേണ്ടത്? ആശംസ അത് പറഞ്ഞ മാതിരിയല്ല. ശരി, ഞങ്ങൾ നിങ്ങളുടെ നേരെ കേസ് കൊടുത്തു, പ്രൂവ് ചെയ്യോ? യെസ് പ്ലീസ് ഡു. എന്താണ് പുസ്തകം വന്നിട്ട് 8 കൊല്ലമായിട്ട് നിങ്ങൾ 2018 വന്ന ഈ പുസ്തകം, അതിന്റെ റിലീസ് ഫംഗ്ഷനിൽ ഞാനുണ്ടായിരുന്നു ഹൈദരാബാദിൽ. അന്ന് ഞാൻ ചോദിച്ച ക്വസ്റ്റൻ ഇതേ പ്രശ്നം അങ്ങേത് ചോദിച്ചു. വായിച്ച എനിക്കൊരു അഡ്വാൻസ് കോപ്പി കിട്ടിയിരുന്നു അതിന്റെ. ഞാൻ ചോദിച്ചു എന്താണ് ഇത് അലിഗേഷൻസ്, ഇതിന്റെ പ്രൂഫ് എന്താണ്? അദ്ദേഹം എൻ്റെ അടുത്ത് ഇതേ ജനം ടിവിയുടെ തിരുവനന്തപുരം ഓഫീസിൽ, അന്ന് പഴയ തിരുവനന്തപുരം ഓഫീസിൽ എൻ്റെ കൂടെ ഇരുന്നിട്ട് 1.5 മണിക്കൂർ അങ്ങനെ ഓഫ് ദ റെക്കോർഡ് വർത്താനം പറഞ്ഞത് അതിനെ പറ്റിയിട്ട്. വളരെ ഞെട്ടിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. പക്ഷെ അതിൽ കുറെ ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിൽ വരും. അത് പുറത്ത് പറയാൻ പറ്റില്ല, എനിക്കും പറയാൻ പറ്റില്ല, അദ്ദേഹത്തിനും പറയാൻ പറ്റില്ല. അതാണ് പ്രോബ്ലം.